കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളുപ്പിന് 3-നും 5-നും ഇടയിൽ നിങ്ങൾ ഉണരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. വെളുപ്പിന് 3-നും അല്ലെങ്കിൽ 5-നും ഇടയിൽ ഞാൻ എന്തിനാണ് ഈ സമയം എഴുന്നേൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഈ പ്രത്യേക സമയത്ത് നിങ്ങളെ എന്താണ് ഉണർത്തുന്നത്? അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ആത്മീയ രഹസ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി കേൾക്കാം. വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വെളുപ്പിന് 3-നും 5-നും ഇടയിൽ എഴുന്നേൽക്കുന്നവരായിരിക്കും. അതിന് എന്താണ് കാരണമെന്ന് നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പ്രാധാന്യത തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുൻപ് ഈ സമയം ഉണരുന്നതിനെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മനഃശാസ്ത്രപരമായ രീതിയിൽ നോക്കിയാൽ വെളുപ്പിന് 3-നും 5-നും ഇടയിലുള്ള സമയം ഉണരുന്നത് സമ്മർദ്ദം, ആശങ്ക, മറ്റ് വൈകാരിക അസ്വസ്ഥതകൾ കാരണമാകാനാണ് സാധ്യതയെന്ന് പറയുന്നു. മാനുഷികപരമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അത് കാരണമാണ് ഈ സമയങ്ങളിൽ ഉണരുന്നതെന്ന് പറയുന്നു. നിങ്ങൾക്ക് പലതിനെ ചൊല്ലിയും വിഷമമുണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം കാരണമോ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ പോലുള്ള മാനസിക വൈകല്യമായിരിക്കും 3 മണിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപൂർവ സമയങ്ങളിൽ ഉണരുന്നത് എന്ന് അവർ പറയുന്നു. അതാണ് മനഃശാസ്ത്രപരമായ വീക്ഷണം. പിന്നെ അതിൽ ശാസ്ത്രീയപരമായ വീക്ഷണങ്ങളുമുണ്ട്. ഈ സമയത്ത് ബയോളജിക്കലി ഉണരുന്നത് ശരീരത്തിനകത്തുണ്ടാകുന്ന ആന്തരിക പ്രശ്നങ്ങൾ കാരണമെന്നാണ് അവർ പറയുന്നത്. ശരീര താപനില കുറവോ അല്ലെങ്കിൽ ഹോർമോൺ അളവിലുള്ള മാറ്റങ്ങളോ, പ്രത്യേകിച്ച് കോർട്ടിസോൾ, മെലറ്റോൺ എന്നിവയിലെ മാറ്റങ്ങൾ കാരണമോ ഇങ്ങനെ ഉണരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് കാരണമായി പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് എന്നൊക്കെ. പക്ഷേ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല കാര്യമെന്നുള്ളതാണ്. വെളുപ്പിന് 3-നും 5-നും ഇടയിൽ ഉണരുന്ന ഈ നിമിഷങ്ങൾക്ക് ഒരു ദൈവിക പദ്ധതിയും ഉണ്ട്. നമ്മുടെ ആത്മീയ മനുഷ്യന് ആഴമേറിയ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു പദ്ധതി. നിങ്ങൾ കേട്ട് അറിഞ്ഞിട്ടുള്ളതുപോലെ ഇത് കേവലം യാദൃച്ഛികമായിട്ടോ അല്ലെങ്കിൽ മാനുഷിക സമ്മർദ്ദം കാരണമോ മാത്രമായിരിക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ നാമുമായി കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ആത്മീയ പാരമ്പര്യം അനുസരിച്ച് വെളുപ്പിന് 3-നും 5-നും ഇടയിലുള്ള ഈ സമയം രാത്രിയുടെ അവസാന യാമം അല്ലെങ്കിൽ 4-ാം യാമം എന്നാണ് അറിയപ്പെടുന്നത്. ഭൗമികവും ആത്മീകവുമായിട്ടുള്ള മേഖലകൾക്കിടയിലുള്ള മൂടുപടം ഏറ്റവും നേർത്തതായിരിക്കുന്ന ഈ സമയം അമാനുഷിക കൂടിക്കാഴ്ചയുടെയും ആഴമേറിയ ആത്മീയ വെളിപ്പാടിൻ്റെയും ദിവ്യദർശനത്തിൻ്റെയും സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുള്ള സമയങ്ങൾ മാറി നിശബ്ദമായി ഇരിക്കുന്ന ഈ സമയം ദൈവം മനുഷ്യരുമായി സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം ചെയ്ത സംഭവം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം പിടിച്ച ഈ സംഭവം ആഴമേറിയതും നിർണായകമായതും ആയ ഒരു കാര്യമാണ്. യാക്കോബ് തൻ്റെ ചേട്ടൻ്റെ ജന്മാവകാശം തട്ടിയെടുത്ത ശേഷം വീട് വിട്ടിറങ്ങി. കുറച്ച് വർഷങ്ങൾ അവൻ പ്രവാസിയായി ജീവിച്ചു. അവൻ തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ചേട്ടനെ വഞ്ചിച്ചത് കൊണ്ട് ചേട്ടന് തന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കുമെന്ന് യാക്കോബിന് പേടിയായിരുന്നു. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും യാബോക്ക് കടവിനക്കരെ അയച്ചു. ശേഷം ആ രാത്രിയിൽ അവൻ തനിച്ചായിരുന്നു. ആ സമയത്ത് ഒരു നിഗൂഢ വ്യക്തിയെ അവൻ കണ്ടുമുട്ടി. അവനുമായി പുലർച്ചെ വരെ അവൻ മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തം സത്യത്തിൽ ശാരീരികവും ആത്മീകപരവുമായ രീതിയിലായിരുന്നു. യാക്കോബിൻ്റെ ആന്തരിക സംഘർഷത്തെയും ദൈവവുമായുള്ള സങ്കീർണമായുള്ള ബന്ധത്തെയും എടുത്തു കാണിക്കുന്ന ഒരു പോരാട്ടം. നമുക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൂതനായി പലപ്പോഴും വ്യാഖ്യാനിക്കുന്ന ഈ നിഗൂഢ വ്യക്തിയെ യാക്കോബ് പിടിച്ചു നിർത്തി ദൂതനെ പോകുവാൻ സമ്മതിച്ചില്ല. ശേഷം പുലർച്ചെയായപ്പോൾ ആ ദൂതൻ യാക്കോബിൻ്റെ ഇടുപ്പിൽ തൊട്ടു. അത് കാരണം യാക്കോബിനെ ഉളുക്കി.
എന്നിട്ടും തന്നെ അനുഗ്രഹിക്കുന്നത് വരെ യാക്കോബ് പിടിവിടില്ല എന്ന് പറഞ്ഞു. എന്തു ചെയ്താലും വിടില്ല എന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി അവനെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ എന്ന പുതിയ പേര് കൊടുത്തു. അതിൻ്റെ അർത്ഥം ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു എന്നതാണ്. പുതിയ പേര് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെയും ദൈവവുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയുടെയും വഴിത്തിരിവായി അടയാളപ്പെടുത്തുന്നു. ഈ പുലർച്ചെ സമയങ്ങളിൽ നമ്മിൽ പലരും അനുഭവിക്കുന്ന ആത്മീയ പോരാട്ടത്തിൻ്റെ ശക്തമായ ഒരു രൂപകമായി ഈ സംഭവം പ്രവർത്തിക്കുന്നു. അനുഗ്രഹങ്ങളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്കും നയിച്ചേക്കാവുന്ന ഒരു പോരാട്ടമാണിത്. ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയങ്ങളിൽ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നാം ജാഗ്രത പാലിക്കുവാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത നയിക്കുവാനും നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കൂടെയാണ്. വെളുപ്പിന് 3-നും 5-നും ഇടയിലുള്ള സമയം പരീക്ഷകൾ വരുവാനിരിക്കുന്ന ദിവസത്തിൽ തൻ്റെ സ്വാധീനം ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്ന സമയമാണ്. എല്ലായ്പ്പോഴുമല്ല, ഇങ്ങനെ ഉണരുന്ന പ്രത്യേക ദിവസങ്ങളിൽ. അതുകൊണ്ട് ഈ പരീക്ഷകളിൽ കടത്തിവിടാതെ വണ്ണം പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആഗ്രഹവും അനുഗ്രഹവും ഉണ്ടാകുവാൻ വേണ്ടി മധ്യസ്ഥത നിൽക്കുവാൻ ദൈവം നമ്മെ കാവൽക്കാരായി നിയോഗിക്കുന്ന സമയമാണ്. വെളുപ്പിന് 3-നും 5-നും ഇടയിൽ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ കണ്ട സ്വപ്നം എന്താണോ അത് ഓർമ്മിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. നമ്മുടെ സ്വപ്നങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുവാനുള്ള ഒരു മാർഗമാണ്. അതിൽ ദൈവിക മാർഗനിർദ്ദേശ മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടാവാം. നിങ്ങൾ ഉണരുന്നതിന് മുൻപ് ദൈവം നിങ്ങൾക്ക് എന്താണോ കാണിച്ചു തരുന്നത് അതിനെ ഓർമ്മിച്ച് വ്യാഖ്യാനിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെയും ദൈവഹിതവുമായി പൊരുത്തപ്പെടുത്തുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവം വെളിപ്പാടിൻ്റെ ദൈവമാണ്. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുകയും അതിൽ ജാഗ്രത പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. രണ്ടാമതായി, ധ്യാനിക്കുക, അതിനെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ പിശാച് എന്താണ് സ്വപ്നം കണ്ടത് അതിനെ ഓർക്കുവാൻ കഴിയാത്ത രീതിയിൽ മനസ്സിനെ വളരെയധികം ആശയക്കുഴപ്പത്തിൽ ആക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ദൈവവചനത്തെ ധ്യാനിക്കുക. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ഈ സമയം ഉപയോഗിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നതിന് ഈ നിശബ്ദമായ സമയം അതിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശവുമായി ആഴത്തിൽ ബന്ധപ്പെടുവാനുള്ള ഒരു നിമിഷമാണിത്. മൂന്നാമതായി, പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളും തുറന്നു പറയുക. വരുന്ന ദിവസത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രഖ്യാപിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുക. അവൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ അഭിമുഖീകരിക്കാവുന്ന വെല്ലുവിളികളിൽ കർത്താവിൻ്റെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യുക. വെളുപ്പിനെയുള്ള ഈ 4-ാം യാമത്തിൽ ദൈവം നിങ്ങളെ ഉണർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. അതിനായി ദൈവം നമ്മെ യാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.